ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തിയറി ഓഫ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ആണ്. ഇൻ്റർഫറൻസ് നമുക്കറിയാം, രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലൈറ്റ് വേവ്സ് പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ സൂപ്പർപോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ തിയറി ചെയ്യാൻ വേണ്ടി നമുക്ക് മിനിമം രണ്ട് ലൈറ്റ് വേവ്സിനെങ്കിലും കൺസിഡർ ചെയ്യണം. മാത്രമല്ല, രണ്ട് സോഴ്സസ് നമുക്ക് ആവശ്യമുണ്ട്. ആ രണ്ട് സോഴ്സസാണ് ഞാനിവിടെ S1 ആൻഡ് S2 എന്ന് വിളിച്ചത്. ഈ രണ്ട് സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ d എന്നെടുത്തു. ഇനി ക്യാപിറ്റൽ D ഡിസ്റ്റൻസിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതായത് ഈ സ്ക്രീനിലാണ് നമുക്ക് ഫ്രിഞ്ചസ് കിട്ടുന്നത്. അപ്പോൾ S1 എന്നുള്ള സോഴ്സിനുള്ള ലൈറ്റ് വേവ് ഇതാണ്. അതുപോലെ S2 എന്നുള്ള സോഴ്സിനുള്ള ലൈറ്റ് വേവ് ഇതാണ്. രണ്ടും കൂടെ P എന്നുള്ള പോയിന്റിൽ നമുക്ക് ഫ്രിഞ്ചസ് കിട്ടുമെന്ന് വിചാരിക്കാം. ഇതാണ് സ്ക്രീനിൻ്റെ സെൻറ്റർ. ഈ പോയിന്റിന് ഞാൻ O എന്ന് വിളിച്ചു. ഇനി S1 എന്നുള്ള സോഴ്സിൽ നിന്ന് ഉള്ള ജോയിൻ ചെയ്ത പോയിന്റ് R എടുത്തു. S2 എന്നുള്ള ഈ പോയിന്റ് S എടുത്തു. ഇനി ഈ സെൻട്രിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഈ സെൻട്രൽ പോയിന്റ് Oയിൽ നിന്ന്, ഇവിടെ നമുക്ക് സെൻട്രൽ മാക്സിമം കിട്ടുന്നത് ഈ പോയിന്റിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസാണ് X. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അസംഷൻസ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇൻ്റർഫറൻസിന് തിയറി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റർഫറൻസ് തിയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാത്ത് ഡിഫറൻസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആകുമ്പോൾ മാക്സിമവും, ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് വേവ് ലെങ്ത് വരുമ്പോൾ, ഈവൻ മൾട്ടിപ്പിൾസ് വരുമ്പോൾ മാക്സിമം, ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് വരുമ്പോൾ മിനിമമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം പാത്ത് ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഇവിടെ നമ്മൾ നോക്കാം, ഈ ഫസ്റ്റ് വേവ്, രണ്ട് വേവ്ലെറ്റ്സ്, ഈ രണ്ട് വേവ്ലെറ്റ്സ് നമ്മൾ പാത്ത് ഡിഫറൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് S1P എന്ന വേവും S2P എന്ന വേവും ഈ P എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും ഒരേ ഡിസ്റ്റൻസ് അല്ല മൂവ് ചെയ്തത്, ചെറിയ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട് അല്ലേ. ആ ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ആ വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാൻ S1ൽ നിന്നോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലർ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ S1ൽ നിന്ന് Pയിലേക്കും ഈ പോയിന്റിൽ Pയിലേക്കും ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ എക്സ്ട്രാ മൂവ് ചെയ്ത ഡിസ്റ്റൻസാണ് ഇത്. ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് വിളിച്ചത്. അതായത് SQ എന്ന് പറയുന്നതാണ് എന്ത്, പാത്ത് ഡിഫറൻസ്. ഈ പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആദ്യം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞ പോലെ S1Pയും S2Pയും തമ്മിലുള്ള ഡിഫറൻസ് S2P മൈനസ് S1. അപ്പോൾ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ഈ S1PR എന്ന് പറയുന്ന ട്രയാങ്കിളും, അതുപോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും, അതുപോലെ S2PS എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് S1 നമുക്കറിയാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ലോ അനുസരിച്ച് S1P സ്ക്വയർ ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും, S1R സ്ക്വയർ പ്ലസ് PR സ്ക്വയർ അല്ലേ. ഈ S1R സ്ക്വയർ എന്ന് പറയുന്നത് D ആണ്. സോ D സ്ക്വയർ പ്ലസ് PR സ്ക്വയർ കണ്ടുപിടിക്കണം. PR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് X ആണ്. ഇത് X ആണ് അല്ലേ, ഇത് X-ഉമാണ്, ഇത് ടോട്ടൽ D-യുമാണ്. ആക്ച്വലി ഇത് സെൻറ്ററാണ്, അപ്പോൾ അത് D/2 വരും. സോ അതെന്ന് പറയുന്നത് ടോട്ടൽ X മൈനസ് D/2 ആണ് ആ ഡിസ്റ്റൻസ്. സോ ദ സ്ക്വയർ. അതുപോലെ ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൽ നിന്ന് S2P സ്ക്വയർ കണ്ടുപിടിക്കാം. അത് ഈ പറഞ്ഞ പോലെ D സ്ക്വയർ പ്ലസ് ഈ സ്ക്വയർ പ്ലസ് സ്ക്വയർ. അപ്പം SP സ്ക്വയർ എന്ന് പറയുന്നത് X പ്ലസ് D/2
ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതാണ്. സോ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. അതായത് S2p² മൈനസ് S1p² ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് d/2² മൈനസ് എക്സ് മൈനസ് d/2 ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം ഇത് a² മൈനസ് b² രൂപത്തിലാണ്. സോ S2p പ്ലസ് S1p ഇൻറ്റു S2p മൈനസ് S1p എന്ന് വരും. ഇനി നിങ്ങൾ ഇതിന് a+b ദ ഹോൾ സ്ക്വയർ വെച്ചിട്ടും ഇതിന് a-b ദ ഹോൾ സ്ക്വയർ വെച്ചിട്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ കുറേ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ വരും. അത് ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് 2xd എന്ന് കിട്ടും. അത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. 2xd എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഈ S2p പ്ലസ് S1p എന്ന് പറയുന്നത്, ഇത് S2p പ്ലസ് S1p എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2d ആണ്. ഓക്കെ, 2d ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതിന് 2d എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2d into S2p minus S1p equal to 2xd. So S2p minus S1p is equal to 2xd by 2d, which is equal to xd by d. സോ ഇതാണ് നമ്മുടെ പാർട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, രണ്ട് വേവ്ലെറ്റ്സും കൂടെ സൂപ്പർപോസ് ചെയ്ത് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് നമ്മൾ പറഞ്ഞ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റും ഡാർക്കും ഫ്രിഞ്ചസ് ആണ്, ലൈൻസോ അല്ലെങ്കിൽ റിങ്സോ ഒക്കെ ആയിരിക്കും. ഇവിടെ നമുക്ക് ബ്രൈറ്റാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം പി എന്നുള്ള പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ബ്രൈറ്റിൻ്റെ കണ്ടീഷൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം. അതായത് S2p മൈനസ് S1p എന്ന് പറയുന്നത് ബ്രൈറ്റ് കിട്ടാൻ ഇൻ്റർവൽ മൾട്ടിപ്പിൾ വേവ്ലെങ്ത്താണ്. സോ ഇത് nth ബാൻഡാണ് വിചാരിച്ചോളൂ ബ്രൈറ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ ബ്രൈറ്റ് nth ബാൻഡായതുകൊണ്ട് xn കൊടുക്കുക. xn d/d ഈക്വൽ ടു n ലാംഡ. സോ xn ഇസ് ഈക്വൽ ടു n ലാംഡ d/d. ഇത് nth ബാൻഡിൻ്റെയാണ്. ഇനി അടുത്ത ബാൻഡ് എടുക്കുക, n+1th ബാൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ മാറ്റണം? xn+1d അല്ലെങ്കിൽ ഈ ഇക്വേഷൻ d ഈക്വൽ ടു n+1 ലാംഡ d/d. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. അതായത് ഇതിപ്പം രണ്ടാമത്തെ ബാൻഡാണെങ്കിൽ ഇത് ഒന്നാമത്തെ ബാൻഡ്. അപ്പോൾ 1ഉം 2ഉം ബാൻഡുകൾ തമ്മിലുള്ള വ്യത്യാസം. അതായത് നമുക്ക് ബാൻഡ് ഇങ്ങനെയാണ് കിട്ടുക. ഇത് ഡാർക്ക്, ഇത് ബ്രൈറ്റ്, ഇത് ഡാർക്ക്, ഇത് ബ്രൈറ്റ്. അപ്പം ഇത് ആദ്യത്തെ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ്, ഇത് സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡിൻ്റെ വിഡ്ത്ത് കിട്ടും അല്ലേ? ഒരു ബാൻഡിന് എത്ര വിഡ്ത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മളത് എന്ത് ചെയ്യുക, ജസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? xn+n ഇവിടെ ഇല്ലല്ലോ, -xn ആണ് ഈ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു xn+1 ലാംഡ d/d മൈനസ് n ലാംഡ d/d is equal to എന്താണ്? ലാംഡ d/d. So this is the width of one band. This is the band width. ഇതേപോലെ നിങ്ങൾക്ക് ഡാർക്ക് ബാൻഡ് വെച്ചിട്ട്, നമ്മൾ ബ്രൈറ്റ് ബാൻഡാണ് ചെയ്തത്, ഡാർക്ക് ബാൻഡിൻ്റെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഡാർക്ക് ബാൻഡിൻ്റെ കണ്ടീഷൻ, പാത്ത് ഡിഫറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2n+1 ലാംഡ/2 ആണ്. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ലാംഡ.
അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതേപോലെ. അപ്പോഴും നിങ്ങൾക്ക് ഈ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലാംഡ ഡി ബൈ ഡി എന്ന് കിട്ടും. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പോസിലെ വേവ്സിൻ്റെ വേവ് ലെങ്ത്ത്, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോയിൽ സോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ നമുക്ക് ഇൻ്റർഫറൻസിൽ നമുക്കിങ്ങനെ ബാൻഡുകളാണ് കിട്ടുന്നത്. ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ്, ഡാർക്ക്, ബ്രൈറ്റ് അങ്ങനെ. അപ്പോൾ നമ്മൾ ഒരു ബാൻഡിൻ്റെ വിഡ്ത്താണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, താങ്ക് യു.